മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ വെള്ളരിക്ക കൊണ്ട് എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് മോരുകറി തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്നും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനോടെ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകം വേണം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും വേണം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അധികം എരിവില്ല, അതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് വെള്ളം വേണം, തൈരും വേണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് എന്താന്നുള്ളത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വറ്റൽമുളക് വേണം, പിന്നെ 3/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ള ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ഉലുവ പൊടിയും മുളക് പൊടിയും. രണ്ടും ഓരോ നുള്ളു വെച്ച് ചേർത്താൽ മതി കടുക് വറക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് നോക്കാം ഈസി ആയിട്ടുള്ള വെള്ളരിക്ക മോരുകറി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന്. അപ്പൊ വെള്ളരിക്ക ഞാൻ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. 1 കപ്പുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പൊ ജീരകം ചേർത്ത് അരയ്ക്കാനായിട്ട് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോ എന്തായാലും ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായായിരുന്നോ കുക്കറിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന്? അതെ, ഇന്ന് നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. നമ്മള് 1 ഗ്ലാസ് വെള്ളം അല്ലായിരുന്നു എടുത്തു വെച്ചിരുന്നത്, അതിൽ നിന്നും അരയ്ക്കാനും പിന്നെ ഇപ്പം വെള്ളം ചേർത്തതും കൂടി ആയപ്പോൾ 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യണം? ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ, ഒന്ന് നികന്ന് കിടക്കുക, അത് മാത്രമേ ഉള്ളൂ അതിന്റെ ഉദ്ദേശം. അപ്പൊ കറക്റ്റ് വെള്ളത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം നല്ല സിമ്മാക്കി വെച്ചിട്ട് ഒരു 3 വിസിൽ, അതിനുള്ളിൽ ഈ തേങ്ങയുടെ പച്ചമണവും മാറിക്കിട്ടും, അതുപോലെ തന്നെ വെള്ളരിക്ക വെന്തും കിട്ടും. സിമ്മാക്കി വെച്ചിട്ട് 3 വിസിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട, ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തൈരിന് നല്ല പുളി വേണം കേട്ടോ. അപ്പൊ പുളി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയാവോ? വാങ്ങിച്ചോണ്ട് വന്ന ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ അടുക്കളയിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നല്ല പുളി വരും പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം കറി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കൂട്ടണേന്നുണ്ടെങ്കിലും നല്ല പുളി വരും. ഫ്രിഡ്ജിൽ വെക്കേണ്ട, കറി ഉണ്ടാക്കിയിട്ട് വെളിയിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല പുളിയായിരിക്കും നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം തുറന്നു നോക്കാം നമുക്ക്. ഞാനിപ്പോ എന്താ ചെയ്യണേன்னா എന്റെ ഈ കൽച്ചട്ടിയിലേക്ക് ഇത് മാറ്റി കൊടുക്കുവാണ്. കാരണം അപ്പൊ വെള്ളരിക്കയും വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചേർത്ത തേങ്ങയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ടകളൊക്കെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഒഴിച്ചു നോക്കാം. എന്നിട്ട് പുളിക്ക് അനുസരിച്ചിട്ട് എത്രയാണോ ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പുളി അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ പാകത്തിനുള്ള പുളിയുണ്ട്, പക്ഷെ ഉപ്പ് കുറച്ചും കൂടി വേണം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലുള്ള തൈരിന്റെ പുളിക്ക് അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകും ഉലുവയും പിന്നെ വറ്റൽമുളകും ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി തുടങ്ങി. നമുക്കിതിലേക്ക് ഉലുവ ചേർക്കാം. വളരെ കുറച്ച് മാത്രമേ ഉലുവ ചേർക്കാവുള്ളൂ കേട്ടോ. ഉലുവ കൂടുതലായി പോയി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പൊ അത് കാരണം ശ്രദ്ധിച്ചിട്ട് വളരെ കുറച്ച് മാത്രം, 1 നുള്ളു മതി. ഇനിയിപ്പൊ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലേക്ക് കറിവേപ്പില ചേർത്തു. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും പിന്നെ 1 നുള്ളു മാത്രം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ചേർത്ത പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനിയിപ്പൊ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളരിക്ക മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തന്നില്ലേ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള ഈ മെത്തേഡിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്